നികുതി കുറച്ച തീരുമാനത്തിൽ നിന്ന് യൂട്ടേൺ അടിക്കേണ്ടി വരുമോ? അത് കാത്തിരുന്ന് കണ്ട കാര്യമാണ്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന് അഭിപ്രായവും ആഗ്രഹവും ഉയർന്നു വന്ന ഘട്ടത്തിലാണ് ആ പാർട്ടിയിലെ ഭിന്നത നമ്മൾ കഴിഞ്ഞ 5 വർഷക്കാലത്തേക്ക് ഏറ്റവും രൂക്ഷമായി കണ്ടത്. ആ ഭിന്നതയെല്ലാം പരിഹരിക്കപ്പെടുകയും വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുകയും ഒരു ക്യാബിനറ്റ് ഫോം ചെയ്യുകയും ഞങ്ങളെല്ലാവരും ഐക്യത്തോടെയും സന്തോഷത്തോടെയും പോവുകയും ചെയ്യുന്നതാണ് കോൺഗ്രസ്സുകാർ ഇന്നലെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒറ്റയ്ക്കൊരു സർക്കാരായി നീങ്ങുന്നു, ബാക്കി മന്ത്രിമാർ വേറെ തന്നെ നിൽക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശന് മാത്രമേ വിസിബിലിറ്റി ഉള്ളൂ. സച്ചിനുണ്ടോ? അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറയുന്നു, അദ്ദേഹത്തിന് മാത്രമാണ് എപ്പോഴും ശ്രദ്ധ. ബാക്കി എല്ലാ മന്ത്രിമാർക്കും ഇപ്പോഴും വിസിബിലിറ്റി എടുക്കാൻ ആരോഗ്യമന്ത്രിക്കുണ്ട്. ഉണ്ട്. അത് പലതരത്തിലാണ് ഓർക്കണം. എല്ലാ മന്ത്രിമാർക്കും ദൃശ്യത എടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അത് കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, സമ്പൂർണമായ പരസ്പര അവിശ്വാസം ഈ ക്യാബിനറ്റിനകത്ത് തളം കെട്ടി നിൽക്കുകയാണ്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ആശയക്കുഴപ്പം, അല്ലെങ്കിൽ ഈ പറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പല ഉത്തരങ്ങൾ എങ്ങനെ വരുന്നു. എം ലിജു ആണ് അതിന്റെ മന്ത്രി. അദ്ദേഹത്തിന് ആ കാര്യത്തെക്കുറിച്ച് വ്യക്തതയുള്ള മറുപടി നൽകാൻ കഴിയുന്നില്ല. കെ സി വേണുഗോപാൽ ചോദിക്കുമ്പോൾ അദ്ദേഹം വേറൊരു കാര്യം പറയുന്നു. മറ്റു മന്ത്രിമാരോട് ചോദിക്കുമ്പോൾ, കെ പി സി നേതാക്കളോട് ചോദിക്കുമ്പോൾ, വി എം സുധീരനോട് ചോദിക്കുമ്പോൾ അവർ പല കാര്യങ്ങൾ പറയുന്നു. എന്ന് വെച്ചാൽ ഇവർക്കിടയിൽ ഏകോപനമില്ല എന്ന് മാത്രമല്ല, അവിശ്വാസവുമുണ്ട്. മറ്റെല്ലാ മന്ത്രിമാരോടും കൺസൾട്ട് ചെയ്തിട്ടല്ല മുഖ്യമന്ത്രി വി ഡി സതീശൻ എല്ലാ കാര്യവും തീരുമാനിക്കുന്നത് എന്ന് സുവ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് പി എം സിയുടെ കാര്യം എടുക്കുക. പി എം സിയുടെ കാര്യത്തിൽ പോലും പൂർണ്ണമായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് സംശയമാണ്. ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലീഗ് അവരുടെ കൺസേൺ അവിടെ പങ്കുവെച്ചേനെ. ഇത് കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കുന്നു, വി ഡി സതീശൻ ഒരു തീരുമാനം എടുക്കുന്നു, നമുക്ക് സംഘർഷം ഉണ്ടാക്കണ്ട, പരമാവധി പൈസയെ കൊണ്ടുവന്നിട്ട് വേറൊരു സാധനം ആലോചിക്കാമെന്ന് പറയുമ്പോൾ അതിന് വഴങ്ങാൻ ലീഗ് നിർബന്ധിതമായതാണെന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യം. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഈ മദ്യനയത്തിന്റെ കാര്യത്തിൽ തന്നെ തീരുമാനം എടുക്കുകയാണ്. നമ്മളെ തുടക്കം മുതലുള്ള ചില ഉദാഹരണങ്ങൾ കണ്ടു നോക്ക്. ബി അശോക് എന്ന് പറയുന്ന മനുഷ്യൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ പ്രമാണിയായ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പോയി ഗവർണറുടെ ഓഫീസിലെ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് സർക്കാരിനോട് ചോദിക്കാതെ. മന്ത്രി റോജി എം ജോണിന് അതിനെക്കുറിച്ച് വല്ല അറിയാവും? അറിഞ്ഞിട്ടില്ല. സ്വർണ്ണ കൊള്ളക്കാരുടെ വക്കീൽ ഇവിടുത്തെ സർക്കാരിന്റെ പ്ലീഡറായിട്ട് വരികയാണ്. ദേവസ്വം മന്ത്രിക്ക് വല്ല അറിയാവും? അറിയത്തില്ല. ഇതൊക്കെ ആരാ തീരുമാനിക്കുന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻ ഇവിടെ ഇല്ലേ? ഇപ്പൊ നോക്ക്, ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ കാര്യം എടുക്കുക. ഈ മന്ത്രി എം ലിജു അദ്ദേഹത്തിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട സംഗതി അറിഞ്ഞിട്ടില്ല. ഇതെന്താ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? അത് വിശദീകരിക്കാൻ ഈ സർക്കാരിന് ബാധ്യതയുണ്ടെന്നാണ് ഞാൻ പറയുക. ഇതൊക്കെ ഇവർ ശരിയാണ്. ഈ പറഞ്ഞ പോലെ വി ഡി സതീശൻ എല്ലാം ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നു എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. സാജു പറഞ്ഞ പോലെ വീര്യം കുറഞ്ഞ മദ്യം നമ്മുടെ നാട്ടിലാകുമാനും ഒഴുകി പരക്കുമെന്നുള്ള ആശങ്കയൊന്നും അല്ല കോൺഗ്രസിനെ ഭരിക്കുന്ന പ്രശ്നം. അത് ഇതിനു മുമ്പും മദ്യനയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെല്ലാം തന്നെയും അതിനകത്തെ ഉൾപോര് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചേർന്നിട്ടുള്ള ഒരു സംഗതി കൂടിയാണ്. അത് കെ സി വേണുഗോപാൽ പറയുന്നത് കേന്ദ്ര പാർട്ടിയുടെ നയങ്ങൾക്കനുസൃതമായി മാത്രമേ പോകാൻ കഴിയുന്നുള്ളതാണ്. കേന്ദ്ര പാർട്ടിക്ക് നേരത്തെ അജൂസ് പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ നയം എന്ന് പറയുന്നത്. കേന്ദ്ര പാർട്ടിക്ക് എന്താ നയം? അതുകൊണ്ടേ പറയട്ടെ. ആദ്യം കെ സി വേണുഗോപാൽ പറയണമല്ലോ, എന്താണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ മദ്യനയം? എന്താണ്? മദ്യത്തിന്റെ വ്യാപനം തടയലാണോ? വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കലാണോ? മദ്യവർജനമാണോ? മദ്യനിരോധനമാണോ? എന്താണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വ നയം? പി എം സിയുടെ കാര്യത്തിൽ ഇപ്പൊ വി ഡി സതീശൻ ഞങ്ങൾ തുടരാൻ പോവാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന് പറയണ്ടേ കോൺഗ്രസ് ദേശീയ നേതൃത്വ നയം? കെ സി വേണുഗോപാൽ എന്ന് പറയട്ടെ, എന്താണ് ഈ പി എം സി വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നയം എന്താണ്? ഈ മദ്യനയത്തിൽ വന്നിട്ട് ദേശീയ നേതൃത്വത്തിന്റെ നയത്തുറപ്പിച്ച് പോകാൻ പറ്റുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊന്നും ഇവരുടെ ഒന്നും ആത്യന്തികമായ പ്രശ്നം മെറിറ്റല്ല, അതിനപ്പുറമുള്ള താല്പര്യങ്ങൾ പ്രവർത്തിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്, ഈ സർക്കാരിനകത്ത് കൂട്ടുത്തരവാദിത്വം എന്നുള്ള സംഗതി അപ്രത്യക്ഷമായിരിക്കും എന്നുള്ളതല്ല, അത് ഫോം ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. എങ്ങനെയാണോ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായത്, ആ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രയത്നങ്ങളും കലാപരിപാടികളും എന്തൊക്കെയായിരുന്നോ അതിന്റെ ബാഗേജും പേറിക്കൊണ്ടാണ് മുഴുവൻ മന്ത്രിമാർ നിൽക്കുന്നത്, വി ഡി സതീശൻ അടക്കം. അതിന്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, താൻ മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞ ജനാഭിലാഷത്തെ പിന്തുണയ്ക്കാത്തവരാണ് തന്റെ കൂടെ ക്യാബിനറ്റിലിരിക്കുന്ന എല്ലാവരും. അദ്ദേഹം ഉണ്ടാക്കുന്ന അവിശ്വാസം ചെറുതല്ല. എന്നെ പണിയാനിരിക്കുന്നവരാണ് ഇത് മുഴുവൻ എന്ന് അദ്ദേഹം ന്യായമായും വിചാരിക്കുന്നുണ്ട്. ഒരവസരത്തിൽ എന്നെ വീഴ്ത്താൻ കാത്തിരിക്കുന്നവർ, എന്നെ ഔട്ട്ഷൈൻ ചെയ്യാൻ കാത്തിരിക്കുന്നവർ, എന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഇട്ടുകൊടുക്കാൻ കാത്തിരിക്കുന്നവർ എന്ന് പറയുന്ന അവിശ്വാസം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവും. ഇദ്ദേഹം ഒറ്റയ്ക്കാളെ നമ്മളെല്ലാവരും കൂടി ഇപ്പുറത്ത് നിന്ന് വോട്ട് ചെയ്തിട്ടും നിയമസഭാ കക്ഷിയിൽ പോയി വോട്ട് ചെയ്തിട്ടും നമ്മുടെ എല്ലാം പവറിനെ മറികടന്നുകൊണ്ട് ഒറ്റയ്ക്ക് കയറി വന്ന ഒരാൾ എന്ന പ്രശ്നം അദ്ദേഹത്തോടും കാണും. വന്നപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ ചിരിയും അദ്ദേഹത്തിന്റെ എക്സ്പ്രഷനും ഒക്കെയാണ് ഇൻസ്റ്റഗ്രാമിൽ മുഴുവൻ ഹിറ്റ്. നമ്മളൊക്കെ എന്താ വെറുതെ വന്നാ നമ്മളെ തവിട് കൊടുത്ത് മേടിച്ചാണോ എന്ന ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. ഈ അവിടത്തെ ആ ചെറിയ സംഗതിയിൽ തുടങ്ങിയിട്ടുണ്ട് ഇത്. നമ്മളെടുത്തിട്ടുള്ള ഒരു പ്ലാൻ നടന്നില്ല, നമുക്ക് ദൃശ്യത കിട്ടുന്നില്ല. എല്ലായിടത്തും ഇദ്ദേഹം മാത്രം സർക്കാരിന്റെ എല്ലാ നയങ്ങളും പറയുന്ന ഒരാൾ, എല്ലാ വിഷയത്തിലും സംസാരിക്കുന്ന ഒരാളായിട്ട് മാറുന്നു. അങ്ങനെ ഒരു അപ്രമത്വം കോൺഗ്രസ് ഒരിക്കലും സമ്മതിക്കില്ല, ഒരു പാർട്ടിയും സമ്മതിക്കില്ല, ഒരു കാലത്തും സമ്മതിച്ചിട്ടില്ല. പിണറായി വിജയൻ പോലും സമ്മതിച്ചിട്ടില്ല ആരെയും ഒരു പരിധിക്കപ്പുറത്ത് ഷൈൻ ചെയ്യാൻ. കോവിഡ് കാലത്ത് അദ്ദേഹം മാത്രമേ വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളൂ. ആരോഗ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്ന കേസാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളൂ, നമ്മൾ ഓർക്കണം.
അല്ല, CPM ൽ അങ്ങനെയായിരുന്നു. പിണറായിക്ക് മാത്രമായിരുന്നു ഷോ. അതാണ് അല്ലേ? അങ്ങനത്തെ ഒരു ഷോയോ ആരും സമ്മതിച്ചിട്ടില്ല. അത് പണ്ട് സ്റ്റാലിൻ ജർമ്മനിയെ തോപ്പിച്ച ശേഷം വന്നിട്ടുള്ള ജോർജി പുഷ്കിൻ എന്ന് പറഞ്ഞ അവിടുത്തെ സൈനിക മേധാവി അദ്ദേഹം ഭയങ്കരമായി സ്വീകാര്യനായി മാറി. അദ്ദേഹമാണ് യുദ്ധം വിജയിപ്പിച്ചത്. ഫാസിസത്തിനെതിരായിട്ടുള്ള യുദ്ധം സോവിയറ്റ് യൂണിയനിൽ വിജയിപ്പിച്ച സൈനിക മേധാവി അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തെ എടുത്ത് മാറ്റിക്കളഞ്ഞു. കാരണം അദ്ദേഹം കൂടുതൽ ജനകീയനാണെന്ന് സ്റ്റാലിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഈ പറയുന്ന അവിശ്വാസ പ്രശ്നം പലതരത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ടത്, ജനകീയതയുമായി ബന്ധപ്പെട്ടത്, അങ്ങനെ പല കാര്യങ്ങളാൽ ബന്ധിതമായി കിടക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഈ സർക്കാർ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇതൊരു യൂണിറ്റി ഇല്ലാത്ത സർക്കാരാണ്. വി ഡി സതീശൻ ഒരു സർക്കാരായിട്ട് ഒരു വഴിക്ക് പോകുന്നു, ബാക്കിയുള്ളതിന്റെ പിന്നാലെയോ മറ്റു വഴിയിലോ എതിലെയൊക്കെ സഞ്ചരിക്കാൻ ശ്രമിക്കുകയാണ്. സോ ഇതിന് കൂട്ടുത്തരവാദിത്തമുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തേണ്ട സന്ദർഭമാണിത്. ഇപ്പൊ PM ശ്രീയുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന് കടുത്ത അതിർത്തി ഉണ്ടെന്ന് കേൾക്കുന്നു. അവരെന്തോ കമ്മിറ്റി വിടാൻ പോകുന്നു, ആ കൺസേൺ അറിയിക്കാൻ പോകുന്നതാണ്. ആ കൺസേൺ അറിയിച്ച ശേഷം PM ശ്രീക്ക് അന്ന് വേറെ വല്ല സ്റ്റെപ്പ് എടുക്കേണ്ടി വന്നാൽ വി ഡി സതീശനെ സംബന്ധിച്ച് അത് പരമമായ നാണക്കേടായിരിക്കും. കാരണം എന്താണ്, മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം വേണ്ടി വന്നു പിന്നോട്ട് പോകാൻ എന്ന് വന്നാൽ വി ഡി സതീശന്റെ കരിയറിലെ ഏറ്റവും നാണം കെട്ട അധ്യായമായിരിക്കും അത്. അതുകൊണ്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ, സംഗതികളൊക്കെ ബോറായി തുടങ്ങിയിട്ടുണ്ട് എന്ന് കോൺഗ്രസിന്റെ അണികളും അതിന്റെ ആൾക്കാരും മനസ്സിലാക്കിക്കോട്ടെ. ഇത് ആരോട് പറയാൻ ചോദിച്ചാൽ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ നേരത്തെ ഇന്ദിരാഭവൻ ഇസ് ക്ലോസ്ഡ്, ലിറ്ററലി അല്ലെങ്കിൽ കൂടി അവിടെ ആരുമില്ല, ഒരു പാർട്ടിയില്ല, പറഞ്ഞ നയം പറയണ പാർട്ടി വേണമല്ലോ, അതുമില്ല. അപ്പൊ സത്യത്തിൽ എന്താണ് 102 MLA-മാരുടെ പിന്തുണ ഉണ്ട് എന്ന് വെച്ച് നിർത്തിയാൽ ജനങ്ങൾ കൊടുത്ത ആ പിന്തുണയ്ക്കൊപ്പിച്ചുള്ള ഒരു സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല. അപ്പോഴും പക്ഷേ മന്ത്രിസഭയിലെ രണ്ടാമനും മുതിർന്ന നേതാവുമായ രമേശ് ചെന്നിത്തല വി ഡി സതീശനെ തള്ളിപ്പറയാത്തതും അത് അദ്ദേഹത്തിന്റെ പിന്തുണ നൽകുന്നതും ശ്രദ്ധയാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു സീനിയോറിറ്റി അദ്ദേഹം കാണിക്കുന്നതാണ്. അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, എന്റെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് എടുത്തു മാറ്റി. അന്നത്തെ പരാജയത്തിൽ പേ ചെയ്യേണ്ടി വന്നത് ഞാൻ മാത്രമാണ്. ഒരു കരിയല ഇവിടെ അനങ്ങിയിട്ടില്ല. ഞാൻ അങ്ങനത്തെ ആളല്ല, ഞാൻ പാർട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആളല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അന്ന് ആ ഇന്റർവ്യൂ പറഞ്ഞത്, എനിക്ക് വേറെ ഒരുപാട് ആഗ്രഹങ്ങൾ ഇത്തവണത്തെ മന്ത്രിസഭ വരുമ്പോഴുണ്ട്. പക്ഷെ ആ മന്ത്രിസഭ വരുമ്പം എന്റെ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ലെങ്കിലും ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിച്ചില്ലല്ലോ. അദ്ദേഹം ചില പ്രശ്നങ്ങളും വളരെ സൈലന്റായി ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹം ഈ സർക്കാരിന്റെ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കപ്പെട്ടു. ഹി ഈസ് വെരി ഹാപ്പി. അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ, ആ പോർട്ട്ഫോളിയോയ്ക്ക് അദ്ദേഹം മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഇപ്പൊ കിട്ടുന്ന സ്വീകാര്യത ആസ്വദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തൂഫാനൊക്കെ ഭയങ്കരമായി സെലിബ്രേറ്റ് ചെയ്യാണ്. അദ്ദേഹത്തിന് വെറുതെ വിവാദങ്ങളിൽ തലവെക്കേണ്ടി ഒന്നുമില്ല. അദ്ദേഹത്തിന് ഒരു പിന്നെ വെറുതെ ആവശ്യമില്ല വഴക്കുണ്ടാക്കാൻ പോകുന്നേ. ഹി ഈസ് വെരി ഹാപ്പി നൗ. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി, വഴക്കുണ്ടാക്കാത്ത അദ്ദേഹത്തിന്റെ ശൈലി, അദ്ദേഹം അത് ഈ പ്രശ്നം സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പഴയ തലമുറയുടെ ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അത് പറയുന്നതുകൊണ്ട് ഇതെല്ലാം ഒരുമിച്ചാണ് പോകുന്നത് വിചാരിക്കേണ്ട കാര്യമില്ല. മദ്യത്തിന്റെ നികുതിയോ കൂട്ടുകയോ കുറയ്ക്കോ മറ്റോ ചെയ്തു, അതിപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന മട്ടിൽ അദ്ദേഹം അതിനെ കണ്ടെന്ന് എനിക്ക് തോന്നുന്നു.